പരസ്യങ്ങൾ ഒഴിവാക്കാനും ഇനി പുതിയ പരസ്യങ്ങൾ വരാതിരിക്കാനും നല്ലൊരു അടിപൊളി സെറ്റിംഗ്സ് ഞാൻ പറഞ്ഞുതരാം. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കംപ്ലൈന്റ് ആണ് വളരെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളത്. പ്രത്യേകിച്ച് ഞാൻ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. നമ്മുടെ സോഷ്യൽ മീഡിയ ഞാൻ ഇവിടെ ഇമെയിൽ ഒന്ന് കാണിച്ചു തരാം. ഞാൻ എന്റെ ഇമെയിൽ ഒന്ന് ഓപ്പൺ ചെയ്തു. ജിമെയിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം മൊത്തം പരസ്യങ്ങൾ നമുക്ക് ജിമെയിലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വരുന്നിരിക്കുന്ന ഇമെയിൽ ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നില്ല. അവിടെ ഞാൻ ഈ 3 ലൈൻസ് കാണുന്നില്ല ഏറ്റവും മുകളിലെ ആ 3 ലൈൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ മാനേജ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പരസ്യങ്ങൾ ഏതൊക്കെ കമ്പനി എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇത് പലർക്കും അറിയാത്തതാണ്. അപ്പോൾ എല്ലാ കമ്പനിയും നമ്മൾ കാണുക. അപ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഒരു കമ്പനി ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഈ കമ്പനിയിൽ നിന്നുള്ള പരസ്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത്. ഞാൻ ആ ലോഗോന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. ജസ്റ്റ് ഡയലിന്റെ ലോഗോ ആണ് ക്ലിക്ക് ചെയ്തു. അതിൽ ഞാൻ ഏറ്റവും മുകളിൽ വന്ന ആ ഒരു പരസ്യം കാണുന്നുണ്ടല്ലോ, അതിലൊന്ന് ഞാൻ ലോങ് പ്രസ് ചെയ്തു. അതിനുശേഷം സെലക്ട് ഓൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ആ ഡിലീറ്റ് ഐക്കൺ ഉണ്ടല്ലോ, ആ ഡിലീറ്റ് ഐക്കണിന്റെ മേലെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും ജസ്റ്റ് ഡയലിൽ നിന്ന് വന്നത് ഡിലീറ്റ് ആവും. അതിനുശേഷം ഒന്ന് ബാക്ക് ചെയ്യുക. ഇനി ഈ കമ്പനിയിൽ നിന്ന് തീരെ മെസ്സേജുകൾ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ജസ്റ്റ് ഡയൽ എന്നുള്ള ലോഗോന്റെ നേരെ കാണാം ഒരു ഇമെയിൽ ഐഡിന്റെ ലോഗോ. അതിന്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് നൗ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ബിൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ പോവുക. അവിടെ ഡിലീറ്റ് ബിൻ നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. അതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറേജ് കൂടി നമുക്ക് കാലിയാക്കാൻ വേണ്ടി സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ്.